അസ്സലാമലൈക്കും സുഹൃത്തുക്കളെ. അപ്പൊ തിയറി ടെസ്റ്റ് കേട്ടാ, എന്താന്നറിയില്ല, അധിക ആളുകളും ഈ തിയറി ടെസ്റ്റിനെ കുറിച്ചിട്ടാണ് ഇപ്പൊ ആശങ്ക. ഒന്നാമത് നമ്മൾ അജ്മാലി ഈ ട്രാൻസ്ലേഷൻ ഒക്കെ എടുത്ത് കളഞ്ഞുകൊണ്ട് ഇപ്പൊ താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുള്ളത്, ഓപ്പൺ ആയിട്ടില്ല, താൽക്കാലികമാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു, ബംഗാളിയാണ് ഉണ്ടായിന്. പക്ഷെ എന്താ പറയാ, അവൻ അത്രയും ഫോളോ ചെയ്തിട്ടും ലാസ്റ്റ് കഷ്ടിച്ചിട്ട് ഒരു 20 മാർക്കോട് കൂടി പാസ്സായി, എന്തോ ഭാഗ്യത്തിന് പാസ്സായി കഴിഞ്ഞു. ഓക്കെ, അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ദുബായിൽ നിന്ന് ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, 2 തിയറി ടെസ്റ്റ് ഓൾറെഡി ഫെയിലായി. ആള് നല്ല ടെൻഷനിലാണ് ഉള്ളത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതലായിട്ട് ഫെയിലായിട്ട് വരുന്നത് ദുബായിൽ നിന്നാണ് കേട്ടോ. കൂടുതൽ ആൾക്കാരും ഫെയിലാകുന്നത് ദുബായിൽ നിന്നാണ്. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ ഇനിയിപ്പോൾ ഫയൽ ഓപ്പൺ ചെയ്യാൻ പോകുന്ന ആൾക്കാരും ചോദിക്കുന്ന ഇതിനെ കുറിച്ചിട്ട് തന്നെയാണ് അവർക്ക് ആശങ്ക. അപ്പോൾ നമുക്ക് തിയറി ടെസ്റ്റിനെ കുറിച്ചിട്ട് 2 വാക്ക് ഒന്ന് പറയാം കേട്ടാ. ഒന്ന്, ഇപ്പോ പഠിക്കാൻ വരുന്ന ആളുകൾ തന്നെ തൽക്കാലം ഇത് പാസ്സാകാൻ മാത്രം ആയിട്ട് ഒന്ന് തട്ടിക്കൂട്ടിട്ട് വരുന്ന പോലുണ്ട് ഒരു തോന്നല്. ഓക്കെ, പറയാൻ കാരണം ഇത് പാസ്സായിട്ട് വന്ന ആളുകളോട് ഈ മുമ്പിൽ കാണുന്ന സൈൻ ബോർഡിനെ കുറിച്ച് ചോദിക്കുമ്പോൾ തന്നെ അവർക്ക് കിട്ടുന്നില്ല. കാരണം തൽക്കാലം എന്താണ്, എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സാകാൻ വരാം, അത്രേ ഉള്ളൂ. ഇത് മസ്റ്റ് നിങ്ങൾ ഫോളോ ചെയ്ത് വരുന്നതാണെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം, റോഡിൽ വരുന്ന ലൈസൻസ് എടുത്തതിന് ശേഷം റോഡിൽ വരുന്ന പല ഫൈനുകളും നിങ്ങൾക്ക് ഒഴിവാക്കാം. കാരണം അഡ്വാൻസ്ഡ് ആയിട്ട് കിട്ടുന്ന കുറച്ച് സൈൻ ബോർഡുകളുണ്ട്, അത് നിങ്ങൾക്ക് കറക്റ്റ് ശ്രദ്ധിച്ച് വണ്ടി ഓടുകയാണെങ്കിൽ, UAE ഓടുകയാണെങ്കിൽ വരുന്ന ഫൈനുകൾ മാക്സിമം നിങ്ങൾക്ക് ഒരുപാട് ഫൈനുകൾ നിങ്ങൾക്ക് ഒഴിവാക്കാം. കാരണം 100 മീറ്റർ 150 മീറ്റർ മുമ്പേ അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ച് സൈൻ ബോർഡുകളുണ്ട്, അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്താക്കാം, മാക്സിമം ഫൈനുകൾ ഒഴിവാക്കാം. അപ്പോൾ നിങ്ങൾ തിയറി ക്ലാസ് കൊടുക്കുമ്പോൾ തന്നെ എന്താക്കുക, നിങ്ങൾ ഈ സാധനം ഒന്ന് അജ്മാലിൽ നിങ്ങൾക്ക് ഫയൽ ഓപ്പൺ ചെയ്ത ഉടനെ ഇങ്ങനത്തെ ഒരു ഹാൻഡ് ബുക്ക് തരും ഉണ്ടാ. പിന്നെ ഈ ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള ഈ RTN ആപ്പ് മാക്സിമം ഉപയോഗപ്പെടുത്താം. ഇതിൽ തന്നെ നിങ്ങൾക്ക് ഇതിൽ ക്വസ്റ്റ്യൻസ് എടുത്തോണ്ടും പിന്നെ ഉത്തരം കൊടുത്തോണ്ടും ചെയ്തുകൊണ്ടെന്നാൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് പാസ്സായിട്ട് വരാം. ഓക്കെ, അപ്പോൾ